വന്നിട്ട് അപ്പം രാത്രി ചിലപ്പം ലൈവിൽ വരില്ല, അതുകൊണ്ട് പകൽ വന്നതാണ്. ആരെങ്കിലും ഉണ്ടേ ഓടി ഓടി ചാടി പാടി വരൂ. ആരെങ്കിലും ഉണ്ടോ? ഒരാൾ വന്നിട്ടുണ്ട്. ഗൈസ്, എൻ്റെ ബ്രഷ് ഞാൻ ഇങ്ങനെ നോക്കാറ്, എൻ്റെ ബ്രഷ് എത്ര ഒന്നും കാണുന്നില്ല. എനിക്ക് ബ്രഷൊക്കെ ഇപ്പോൾ വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊക്കെ പൊട്ടിപ്പോവുക. ഹായ് മാരി കണ്ണൻ, മാരിയുടെ ഫാനാണോ? മാരി ഫോൺ എടുക്കുക വെച്ചാൽ അതിൽ തന്നെ നോക്കിപ്പോവും. എവിടെ പോയി എല്ലാവരും? 63 ആൾക്കാർ കാണുന്നുണ്ട്, ആരും മെസ്സേജ് ചെയ്യുന്നില്ല. എത്തി നോക്കുന്ന ആൾക്കാരാണോ എത്യോപ്യ? ഹായ് ഹായ്, അടുത്ത ഹായ് പോരട്ടെ. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി. സൂപ്പർ ക്യൂട്ട്. യു ഫ്രം കോഴിക്കോട്. ഹായ്, ലവ് യു. കോഴിക്കോട് എവിടെയാ? കോഴിക്കോട് കൊയിലാണ്ടി. റെഗുലറായിട്ട് ലൈവിൽ വരുന്നതായിരുന്നു, റെഗുലറായിട്ട് ലൈവ് ഇടുന്നതായിരുന്നു. പക്ഷെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എനിക്ക് ഭയങ്കര തിരക്കായിപ്പോയി, ലൈവിലൊന്നും വരാൻ പറ്റിയില്ല. ചിത്രവരയും കുറച്ച് ട്രാവൽ ചെയ്യാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. തിന്നാൻ ഇഷ്ടമാണോന്നോ? ഞാൻ തിന്നാൻ വേണ്ടി ജീവിക്കുക. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ തിന്നുന്നത്. അപ്പോൾ പിന്നെ നൈറ്റ് ചിലപ്പം എനിക്ക് വർക്ക് ചെയ്യാനുണ്ട്, ഫോട്ടോ വരയ്ക്കാനുണ്ട്. ഫോട്ടോ വരച്ച് കഴിഞ്ഞാൽ രണ്ട് കൈയും ഇങ്ങനെ നമുക്ക് നിവർത്തുമ്പോൾ ഒരു സൗണ്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോവുക. കഴുത്ത് കുഞ്ഞ് നിന്നിട്ട് വരച്ചിട്ടൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പം ഞാൻ വിചാരിക്കും എവിടെയെങ്കിലും പോയിട്ടൊന്ന് കിടക്കട്ടെ. കിടക്കുമ്പോൾ ഞാൻ മെല്ലെ അങ്ങ് ഉറങ്ങിപ്പോവും. അപ്പം ലൈവിലൊന്നും വരാറില്ല എന്നാണ് ചുരുക്കം. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ പകലൊന്ന് ലൈവിൽ വരട്ടെ, ആരെങ്കിലും ഉണ്ടാവും. ആളുണ്ട്, 369 ആൾക്കാരുണ്ട്. 369 ആൾക്കാരോടിൽ ഒരു 100 ആൾക്കാരോട്, വെറും 100 ആൾക്കാരോട് പറയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണേ. 100 ആൾക്കാർ അതേപോലെ ലൈക്ക് ചെയ്യണേ. ഒരു 100 ലൈക്ക് ആവുകയുള്ളൂ ഞാൻ നിൽക്കും, അത് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പോകും. അത്രേ ഉള്ളൂ.
മേക്കപ്പ് ഇടാതെ വന്നാൽ നിന്നെ ആരും മൈൻഡ് ചെയ്യില്ല. ചെയ്യുന്നോലും മതി. നമ്മളിപ്പോൾ മരിച്ചു കിടക്കുമ്പോൾ ഈ രൂപത്തിലല്ലേ കിടക്കുള്ളൂ. അപ്പം ഞാൻ പറയും അവരോട്, മുമ്പേ പറഞ്ഞു വെക്കും കുറച്ച് ഫൗണ്ടേഷനൊക്കെ ഇടണം. കാരണം എന്തായാലും മീഡിയക്കാർ വരുമല്ലോ, ചെറിയൊരു ന്യൂസൊക്കെ ആയിരിക്കുമല്ലോ ഞാൻ ചത്താൽ. ഹായ് നരകത്തിലെ വിറക് കൊള്ളി. എടാ എന്നെ കണ്ടാൽ വിറക് കൊള്ളിൻ്റെ അത് ഉണ്ടോ? ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അല്ലേലും കുഴപ്പമില്ല. എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കുന്നു. തിരിച്ചു ചോദിക്കേണ്ട, ഞാൻ കഴിച്ചില്ല കേട്ടോ. കഴിക്കാൻ ഇവിടെ ഒന്നുമില്ല. ഹോട്ടലിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി, ആരും കൊണ്ടുപോകുന്നില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഹോട്ടലുകാർക്കും എന്നോട് ദേഷ്യമാണെന്ന്. പക്ഷെ അതല്ല, അവിടെ ആരോ തിരക്കായിരിക്കും, ആരോന്ന്. മരിക്കുമ്പോൾ ഞാൻ കണ്ണനെ കൊണ്ടുപോകും. കാരണം എൻ്റെ വീടിൻ്റെ ബാക്ക് തന്നെ അല്ലേ മറ്റേ പറമ്പ് തന്നെ അല്ലേ കുഴിച്ചിടുക. അല്ലെങ്കിൽ മറ്റേ മെഡിക്കൽ കോളേജിലുള്ള പിള്ളേർക്ക് പഠിക്കാനാണ്. മെഡിക്കൽ കോളേജിലുള്ള പിള്ളേർക്ക് പഠിക്കാനാണെങ്കിൽ ഞാൻ മോർച്ചറി തന്നെ ആദ്യമേ മരിക്കുന്നതിൻ്റെ ഒരു 2 ദിവസം മുമ്പേ ഒരു ഫോട്ടോ കൊണ്ടുവച്ച് തൂക്കിയിടും. ഹായ് ലൈക്കും സബ് അടിച്ചിട്ടുണ്ട്, താങ്ക് യു. അരുൺ എവിടെ? അരുണിൽ നിന്നും KSRTC ഗുരുവായൂർക്കാ ഡ്യൂട്ടി. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലാത്ത എനിക്കിവിടെ അറിയാൻ പറ്റൂ, അതുകൊണ്ട് പറയാം. ഒരു 100 ആൾ സബ്സ്ക്രൈബ് ചെയ്യും. പള്ളിക്കാട്ട് കയറ്റുമല്ല എനിക്കറിയില്ല, എനിക്ക് കയറാൻ താല്പര്യമില്ല. നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കുക, അതേ ഇപ്പം നടക്കുള്ളൂ. മറ്റൊരാൾ പറയും പോലെ ഇപ്പം എനിക്ക് ജീവിക്കാൻ പറ്റില്ല. കൈയുണ്ടോ? രണ്ടും ഉണ്ട്. ഭർത്താവ് എവിടെ? ഞാൻ ഭർത്താവില്ലാത്ത ആളാണ്. മരിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് എങ്ങനെ അറിയുമെന്ന് ചോദിച്ചാൽ, ഇപ്പം തന്നെ എന്നോട് കൈ വെട്ടും കാല് വെട്ടും തല വെട്ടും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. സ്ഥിരമായിട്ട് മെസ്സേജ് വരികയും കോൾ വരികയും ചെയ്യുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കോൾ വരുമ്പം അത് സീരിയസ് ആവാതിരിക്കില്ലല്ലോ, അപ്പം ഞാൻ അറിയല്ലോ. പിന്നെ ഞാൻ മൂപ്പരോട് പ്രത്യേകിച്ച് പറഞ്ഞേക്ക് എന്നെയൊക്കെ വിളിക്കുന്നതിന് 2 ദിവസം മുമ്പ് പറയണേന്ന്. ഓരോരോ ചോദ്യം. എന്നെ ഒലക്ക കയറ്റും പള്ളിയിൽ നിന്ന് എനിക്കറിയില്ല. പള്ളിയിൽ ഒലക്ക കയറ്റേണ്ട ആവശ്യം ഇപ്പം നിലവിലില്ല. അവിടെ പ്രസംഗത്തിനൊക്കെ ആയിട്ട് മൈക്കാണുള്ളത്. ഒലക്കൻ്റെ മുകളിൽ മൈക്ക് വെക്കുക എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. ചിലപ്പം നീ പറഞ്ഞാൽ വെച്ചേക്കാം, മേ ബി, അറിയില്ല. ഈ വിരട്ടൽ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാ പറയാന്നറിയോ? വിലയൊക്കെ ഒരുത്തന്നെ ഒരിക്കൽ വിളിച്ച് പറഞ്ഞ് 24 hours നീ അത്തേക്കൂല എന്നാണ് പറഞ്ഞത്. എന്നിട്ടോ ആ 24 ഇതുവരെ ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഓനെന്നെ സ്ഥിരമായിട്ട് ലൈവ് കാണേ ഒക്കെ ചെയ്യുന്നവനാ. ഓനോടാണ് ഞാൻ ചോദിക്കുന്നത്, എടാ എനിക്ക് 24 hours ആയിട്ടില്ലേ? ഗുരുവായൂർ ഫോട്ടോസ് എല്ലാം സൂപ്പറാണ്, താങ്ക് യു. ഗുരുവായൂരിൽ നിന്ന് ഫോട്ടോ എടുത്ത് കുറേ ആയല്ലോ. ഭർത്താവില്ലാത്ത കാര്യം ഇങ്ങനെ നടക്കുന്നു. ഒന്നും പറയണ്ട. റേഷൻ കാർഡ് ഉണ്ട്, അതിൽ നിന്ന് അരി കിട്ടും. അരിയുടെ കാര്യമല്ലേ ഉദ്ദേശിച്ചത്? സബ്സ്ക്രൈബ് എന്ന് പറയൂ ചേച്ചി, സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്, പ്ലീസ് ഗൈസ്. ചുമ്മാതല്ലല്ലോ, ഇരുന്നിട്ടല്ലേ. രാധേ രാധേ സിസ്റ്റർ, രാധേ രാധേ. എന്നാടോ രാധയുടെ മണ്ണിൽ എനിക്ക് കാലുകുത്താൻ പറ്റുക? ഹൈ കൃഷ്ണഭക്തി, എന്തുണ്ട് വിശേഷം, സുഖമാണോ? അരുണേട്ടൻ ഉണ്ടല്ലോ, പിന്നെ ഇപ്പം എന്താ ഇപ്പോൾ? അരി മാത്രം പോരാ, ഇപ്പം മണ്ണെണ്ണയും കിട്ടുന്നുണ്ട്. മണ്ണെണ്ണക്ക് ഭയങ്കര വിലയാണെന്ന് തോന്നുന്നു.
എൻ്റെ ഉമ്മാക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ടെന്നൊന്ന് ചോദിച്ചു നോക്കണേ. ബാപ്പ ഉണ്ടോ എനിക്ക്? ബാപ്പ ഉണ്ടെങ്കിൽ ഉമ്മാക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട് എന്ന് ചോദിക്കണേ. ഇനി ബാപ്പ മയ്യത്തായി പോയതാണെങ്കിൽ എന്തൊക്കെ കിട്ടാത്തതെന്നോട് ചോദിക്കണേ കേട്ടാ. ഹായ് കണ്ണൻ്റെ കാമുകി, സുഖമല്ലേ? ഞാൻ കണ്ണൻ്റെ കാമുകിയൊന്നല്ലടേ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ കണ്ണൻ്റെ കാമുകി എന്ന് പറയാൻ പറ്റുക? ഞാൻ വരയ്ക്കുന്നതൊക്കെ ഉണ്ണിക്കണ്ണനെയല്ലേ. കണ്ണൻ്റെ അമ്മ എന്ന് പറയുന്നതിന് പിന്നെ എന്തോ ആവട്ടെ. കാമുകി എന്നൊക്കെ പറയുമ്പം അത് കുറച്ച് കൂടിപ്പോയില്ലേ സഹോദര? ആരും എന്താ ഗൈസ് ലൈക്ക് അടിക്കാത്തത്? എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേ, സബ്സ്ക്രൈബ് ചെയ്തേ. ഞാൻ നോർമലി 99.9% സമയത്തും ഞാൻ മേക്കപ്പ് ഇടാറില്ല. പിന്നെ വീഡിയോസ് നോക്കണ്ട, ഫിൽറ്റർ ഉള്ളതല്ലേ, ഐഫോൺ അല്ലേ. നമസ്തേ. ഇയാളുടെ സ്ഥലം എവിടെയാണ്? ഞാൻ കോഴിക്കോടാണ്. കോഴിക്കോട്. ഹായ് ജസ്ന. ഹായ് ചേച്ചി. ഹായ് സംഗീതാത്ത. എൻ്റെ പൊന്നാര മുസ്തഫക്ക, നിങ്ങൾ വേണേ എന്നെ തെറി വിളിച്ചോ, ഈ സംഗീന്ന് വിളിക്കല്ലേ. ആദ്യമൊക്കെ സംഗീന്ന് കേൾക്കുമ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. എല്ലാവരും സംഗിണി എന്നൊക്കെ പറയുമ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം സംഗീന്ന് കേൾക്കുമ്പോൾ പറയണ്ട, വേറെന്തും വിളിച്ചോ, തെറി വിളിച്ചോ. ഞാൻ ദാസേട്ടൻ്റെ വീടിൻ്റെ അടുത്തൊന്നുമല്ല. അടുത്താണോ എന്ന് ചോദിച്ചാൽ ആണ് കേട്ടോ, അല്ലാന്നും പറയാൻ പറ്റില്ല. എൻ്റെ നാട്ടിലാണ് ദാസേട്ടൻ. ഞാൻ ജനിച്ച് വളർന്ന സ്ഥലത്ത് ആ ഒരു ഏരിയയിലാണ് ദാസേട്ടൻ. ഹായ് മുത്തേ. എടി തള്ളേ തട്ടം ഇട്ടുവാ. എടാ തന്തേ, എൻ്റെ കയ്യിൽ ഒറ്റ തട്ടം പോലും ഇല്ല, അതുകൊണ്ടാണ് ഇടാത്തത്. ഹായ് ഗുഡ് ഈവനിങ്. ദൈവം തന്ന അനുഗ്രഹം ലോകം അറിയട്ടെ. അതറിഞ്ഞു കഴിഞ്ഞു, ഇനിയും അറിയാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അത് ഈ ലസിത പാലക്കൽ എന്നുള്ള പോലെയുള്ള ആൾക്കാരൊക്കെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നീ കണ്ണനെ വരയ്ക്കുന്നത് ചായ കുടിച്ചോ? ഇല്ല, ചായ കുടിക്കാറില്ല. ചായ കുടിക്കാറില്ല എന്നും പറയാൻ പറ്റില്ല കേട്ടോ. രാവിലെ കുടിച്ചിട്ട് ഈവനിങ് കുടിക്കാറില്ല. സൗണ്ട് കുറവാണ് ചേച്ചി. അമൃത, എൻ്റെ ഫോണിന് കംപ്ലൈൻ്റ് ഒന്നും ഉള്ളതല്ല. നീ സൈഡിൽ കുറച്ച് സൗണ്ട് കൂട്ടി നോക്ക്. നിങ്ങൾ കോഴിക്കോടാണോ? അതെ. മെസ്സേജ് വായിക്കടേ. നീ എവിടെയായിരുന്നു കുറേ നാൾ? ഞാൻ അങ്ങ് ദുബായിൽ എൻ്റെ കെട്ടിയോൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇല്ലാത്ത കെട്ടിയോനുണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ ഇല്ലാത്ത എനിക്കുള്ള എൻ്റെ കെട്ടിയോന് അങ്ങനെ അടുത്തായിരുന്നു. അങ്ങനെ ലൈവ് ഇടാൻ സമ്മതിക്കില്ല നീ. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കടോ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യടോ. ഹായ്, നിൻ്റെ പേര് ജസ്ന സലീം എന്നാ? അതെ. കോഴിക്കോട്. ഇങ്ങനെ കളിയാക്കിയതാണോ? കോഴിക്കോടല്ല, കോഴിക്കാട്. വേറെ ദൈവങ്ങളുടെ പിക്ചർ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ ശ്രമിച്ചിട്ടുണ്ട്. കുട്ടികളുണ്ടോ ചേച്ചിക്ക്? 2 ആളുണ്ട്. എന്താ പെങ്ങളെ, സുഖമാണോ? അതെ. നിൻ്റെ കാമുകൻ താടിക്കാരൻ എവിടെ? അവൻ താടി വടിച്ചടേ, അറിയില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് താടിക്കാരൻ എന്ന് വിളിക്കാൻ പറ്റൂലോ. അയ്യേ ചമ്മിപ്പ്. ഹായ്, ഇതാര്? എൻ്റെ വാപ്പ. എനിക്ക് എത്ര കെട്ടിയോനുണ്ട് എന്നുള്ളത് ഇതുവരെ ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. എണ്ണുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. തേക്കും തോട്ടം വരാറുണ്ടോ? കുറേ ആയിന്ന് വെച്ചാൽ ഒരാഴ്ചൻ്റെ പുറത്തായി വന്നിട്ട്. ഇപ്പം തേക്കും തോട്ടം ഭാഗത്തേക്ക് വരാറില്ലല്ലോ. മറ്റേ എന്തെന്നാ പറയുക, അപ്പോൾ സൈഡിൽ കൂടി അങ്ങോട്ടൊരു റോഡുണ്ടല്ലോ, എന്താ
എനിക്ക് പേര്, എൻ്റെ നാട്ടിലെ പേര് പോലും എനിക്കറിയില്ല ഗൈസ്. അതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് തേക്കും തോട്ടം ഭാഗത്തേക്ക് അങ്ങനെ വരാറില്ല. ആരെ കൂടെ ജീവിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ശരിക്കിലും. അത് ഈ നാട്ടുകാരുടെ വിചാരം അവരുടെ തീരുമാനമാണ് ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ളത്. അത് നമ്മുടെ നാട്ടിലത്തെ ഒരു എന്താ പറയുക, പ്രകൃതി ഉണ്ടാക്കിയ ഒരു നിയമമാണെന്ന് തോന്നും. നമ്മൾ ആരുടെ കൂടെ ജീവിക്കണമെന്നും നമ്മൾ ആരുടെ കൂടെ നടക്കണമെന്നും നമ്മൾ എങ്ങനെ നടക്കണമെന്നും എന്തിട്ട് നടക്കണമെന്നും നമ്മളെക്കാട്ടിലും തീരുമാനിക്കുന്നത് നമ്മുടെ നാട്ടുകാരാണ്. അവർക്കതിനുള്ള പെർമിഷൻ ആരോ കൊടുക്കുക എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അവർ ജീവിച്ചു പോകുന്നത്. എന്നാലോ അവരുടെ വീട്ടിൽ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ഉണ്ടേ അവരെക്കുറിച്ചൊന്നും നമ്മളാരും പറയാൻ പാടില്ല. അത് മോശ. തലയിൽ തട്ടം ഇട്ടൂടെ സഹോദരി. ഞാൻ തട്ടിട്ടാലും പൊട്ട് കൊടുത്താലും ഇതൊക്കെ ഞാൻ നരകത്ത് പോകുന്നതല്ലേ, പിന്നെ എന്തിനാണ് ആ വെയിറ്റും കൂടി നിൻ്റെ തല താങ്ങുന്നത്? മുത്തേ സുഖല്ലേ? അതെ, ഇപ്പോൾ കൊയിലാണ്ടിയാണ് താമസം. ഇപ്പോൾ എന്നല്ല, ഞാനിപ്പോൾ കൊയിലാണ്ടി താമസം തുടങ്ങിയിട്ട് 16 വർഷം. അതുകൊണ്ട് ഇപ്പോൾ എന്ന് പറയാൻ പറ്റില്ല. 16 വർഷമായി താമസം തുടങ്ങിയിട്ട്. ആരും എന്താ ലൈക്ക് അടിക്കാത്തത് ഗൈസ്? എല്ലാവർക്കും എന്നോട് പിണക്കമാണോ? അറിയാത്തോണ്ട് ചോദിക്കാതെ. എൻ്റെ വണ്ടിയുടെ ചാവി, എൻ്റെ വണ്ടി ഞാൻ മാറ്റി കേട്ടോ ഗൈസ്. എൻ്റെ വണ്ടി മാറ്റിയിട്ട് ഒന്നെങ്കിൽ താറെടുക്കുകയാണ്, അല്ലെങ്കിൽ ഓടിയെടുക്കുകയാണ്. ഓടിയിട്ടെടുക്കുകയാണ് എന്നല്ല, ഓടിയെടുക്കുകയാണ്. ഒരു ഫ്രഷ് ഓടിയൊന്നും എടുക്കാൻ എന്നെ കൊണ്ട് എൻ്റെ സാമ്പത്തിക ശേഷി പറ്റാത്തത് കൊണ്ട് സെക്കൻഡ് ഹാൻഡ് ഒന്ന് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ സെക്കൻഡ് ഹാൻഡ് അല്ലേ നല്ലത്. താറാണെങ്കിൽ ഫ്രഷാണ്. നിങ്ങളുടെ അഭിപ്രായം ഏതാ? താറാണോ ഓടിയാണോ നല്ലത് എന്നുള്ളത്? ഞാൻ അമ്പലത്തിലും ചർച്ചിലും പള്ളിയിലും പോകാറുണ്ട്. ഞാൻ അമ്പലത്തിലും ചർച്ചിലും പോകാറുണ്ട്, ഇപ്പോൾ പള്ളിയിൽ പോകാറില്ല. എന്തിനാ നിനക്ക് ലൈക്ക്? ബാങ്കിൽ 30,000 ഉണ്ടല്ലോ. 30,000 ഇല്ല എൻ്റെ ബാങ്കിൽ. ഒന്ന് പറഞ്ഞ സമയത്ത് എന്നാൽ പിന്നെ അത് നോക്കണമല്ലോ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ട്. ഏതായാലും പറഞ്ഞതല്ലേ. 30,000 ഉണ്ട്. ആ 30 ഞാൻ നിനക്ക് അയച്ചു തരും. സോറി, 15,000 രൂപയുള്ളൂ. 15,598 രൂപ. അതുകൊണ്ട് എനിക്ക് ഭാഗ്യമല്ലടാ. 30 ഉണ്ടായിരുന്നേ ഞാൻ നിനക്ക് തന്നെ അയച്ചു തന്നേനെ. പാപം. പിണക്കങ്ങൾ പതിവല്ലേ, ഇണക്കങ്ങൾ കൂടെ വരില്ലേ. ഈ വൃത്തികെട്ട മെസ്സേജുകൾ ഒരു പെണ്ണിനോട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അതറിയില്ലേ സഹോദര? അവർ ജീവിക്കുന്നത് തന്നെ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. ഈ വൃത്തികെട്ട മെസ്സേജുകൾ അയക്കുന്ന ആളെക്കുറിച്ച് മാത്രം കേട്ടോ ഞാൻ പറയുന്നത്. അവർ ജീവിക്കുന്നത് അവർക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാലോ ആ സ്വർഗം കിട്ടാനുള്ള ആ നിയമപുസ്തകത്തിൻ്റെ അകത്ത് ഫസ്റ്റിലത്തെ വരി അവർക്ക് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: അന്യ സ്ത്രീകളെ വീഡിയോ കാണണമെന്നും അന്യ സ്ത്രീകളെ തെറി വിളിക്കണമെന്നും അന്യ സ്ത്രീകളെ തോന്നിവാസം വിളിക്കണമെന്നും. എന്നാൽ മാത്രമേ സ്വർഗം കിട്ടുള്ളൂ എന്നാണ് അവർക്ക്. എല്ലാവരുടെയും കഥയല്ല കേട്ടോ പറഞ്ഞത്, ഇവരുടെ നിയമപുസ്തകത്തിലുള്ളത്. എന്നാലോ അവർ സ്വർഗത്തിന് വേണ്ടിയിട്ട് ജീവിക്കുക. അവർക്ക് അമ്മയും പെങ്ങളും ഇല്ലേ എന്ന് ചോദിക്കുന്ന നമുക്ക് നാണവും മാനവും ഇല്ലേ എന്ന് സ്വയം ചോദിക്കേണ്ടി വരും. ചിലർ
മറ്റ് മതസ്ഥരുമായിട്ട് വിവാഹം കഴിക്കാനൊക്കെ സമ്മതിക്കും. ചിലർ ജാതിയും മതമൊക്കെ ഒന്നാണ് എന്ന് പറയുന്ന ആൾക്കാരുടെ വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ ഒരു ഹിന്ദു മതസ്ഥനെയോ ഇനി ഹിന്ദു മതസ്ഥ മുസ്ലിം മതസ്ഥനെയോ സ്നേഹിച്ചാൽ പോയി. അപ്പം അവർക്ക് പ്രശ്നം. സ്വർഗവും നരകവും ഒന്നുണ്ടോ മോളെ, നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വർഗം ഞാൻ കണ്ടിട്ടുണ്ട്. നരകത്തിനെക്കുറിച്ച് എനിക്കറിയില്ല. കാരണം എൻ്റെ സ്വർഗം എൻ്റെ മാതാപിതാക്കളാണ്. അവരെൻ്റെ കൺമുന്നിലുള്ളിടത്തോളം കാലം ഞാൻ സ്വർഗം കണ്ടിട്ടുണ്ട്. അവരില്ലാത്ത കാലത്ത് മേ ബി നരകം ഞാൻ കാണുമായിരിക്കും. ഇപ്പം നിലവിൽ ഞാൻ സ്വർഗം കണ്ടിട്ടുണ്ട്. ഈ പണ്ടാരത്തിനെ കൊണ്ട് ഞാൻ തോറ്റ്. ഒരു മിനിറ്റ് ഗൈസ്, വീട്ടിൽ ഉടുമ്പ് കയറുന്നു, അതിനെ ഓടിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഉടുമ്പ് ഗൈസ്, ഞാൻ എടുത്ത കല്ല് എൻ്റെ പുറകെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണോ ഉടുമ്പിന? പോകുമെന്ന് വിചാരിക്കുന്നു, പോയിട്ടില്ല. പോയി, പണ്ടാരം പോയി കിട്ടി. കാണിക്കുടുമ്പിനെ എന്ന് പറയാൻ അത് അതിൻ്റെ വഴിക്ക് പോയി. എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ, എത്ര ഉടുമ്പ് അവിടെ ഉള്ളതെന്നറിയോ. ഇതും ചില്ലറ വലിപ്പമൊന്നുമല്ല അതിനുള്ള, വലിയ ഉടുമ്പുണ്ടല്ലോ. വലിയ ഉടുമ്പെന്ന് വെച്ചാൽ വലിയ ഉടുമ്പ്. എന്നിട്ട് വീടിൻ്റെ ഉള്ളിൽ കയറും. ഇതിനെ എന്നിട്ട് ഓടിക്കാൻ നമ്മൾ കിടന്ന് പെടാപ്പാട് പെടുന്നത് എത്രത്തോളാന്നുള്ളത് ഉടുമ്പിനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. പോയി. ഇപ്പം എത്രയോ തവണയായി ഇപ്പം വീട്ടിനുള്ളിൽ ഉടുമ്പ് കയറുന്നു. എനിക്കിപ്പം എല്ലാവർക്കും യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാർക്ക് വീഡിയോ കണ്ടൻറ്റ് കിട്ടാത്ത ഒരു വിഷയമുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഇഷ്ടം പോലെ കണ്ടൻറ്റാണ്. കാരണം വീട്ടിൽ ഉടുമ്പ് കയറുന്ന സമയത്തൊക്കെ ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യും. ഓടിച്ചു വിട്ടു, പഞ്ചായത്തിൽ നിന്നേ ഓടിച്ചു വിട്ടു. ഓക്കേ, താങ്ക് യു. ഇനി എല്ലാവരും കാര്യം പറയും. ആരും അയച്ച മെസ്സേജുകളൊന്നും ഞാൻ കണ്ടില്ല, ഉടുമ്പിൻ്റെ പുറകെ പോയതുകൊണ്ട്. ഇനി എല്ലാവരും വേഗം മെസ്സേജ് അയക്കോ. എവിടെയാ സ്ഥലം? കോഴിക്കോട്.
എന്താ വല്ല പല്ലിയേയും ഇത്ര എടാ മൊണ്ണേ അബ്ദുൽ കബീറേ, പല്ലിയും പൈതാരയൊക്കെ നമുക്ക് എനിക്ക് പല്ലിയേയും പൈതാരയും പേടിയില്ല, അത് ആദ്യം പറഞ്ഞുതരാം. ഈ ഉടുമ്പ് വീടിൻ്റെ അകത്ത് കയറിയാൽ എനിക്ക് കബറിൻ്റെ അകത്ത് ഉടുമ്പുണ്ടാവുക പാമ്പുണ്ടാവുക, ഉടുമ്പ് എന്തായാലും കബറിൻ്റെ അകത്ത് ഉണ്ടാവില്ല, കാരണം അത്രയും വലിയ ഉടുമ്പാണുള്ളത്. അപ്പോൾ എനിക്ക് 2 മക്കളുണ്ട്, എനിക്ക് അവരെ നോക്കണം. കബീറിൻ്റെ പുരക്കാരെ പറ്റി നോക്കുന്നില്ലെങ്കിലും എനിക്ക് അവരെ പറ്റി നോക്കിയേ പറ്റുള്ളൂ. അടിപൊളി കവിൾ കാരണം നോക്കിയിട്ടൊന്ന് വരാൻ തോന്നുന്നു. പലരും പറയുന്നിട്ട് കുടുംബിനെ കഴിക്കുമെന്ന്. പണ്ടുള്ള ആൾക്കാരൊക്കെ, എൻ്റെ ഉമ്മ പറയുന്നിട്ടൊക്കെ എൻ്റെ വാപ്പയുടെ ഉമ്മയെ കുടുംബിനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഈ ലസിതയും പ്രിയയും ഒക്കെ ജസ്നയുടെ വാപ്പയുടെ ഉമ്മ അല്ല ഉമ്മയുടെ വാപ്പ ഉടുമ്പിനെ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പോയി ഹൈക്കോടതി പരാതി കൊടുക്കാൻ നിൽക്കണ്ട. മൂപ്പര് മണ്ണോട് മണ്ണായിട്ട് 4-5 വർഷമായി. അപ്പോൾ പണ്ടുള്ള ആൾക്കാരൊക്കെ ഉടുമ്പിനെ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കേൾക്കട്ടോ. ഉമ്മ ഇങ്ങനെ പറയുന്നേക്കാം, ഉമ്മാൻ്റെ തറവാട്ട് വീട്ടിൽ ഉമ്മൻ്റെ കുട്ടിക്കാലത്ത് ഉടുമ്പിനെ കഴിക്കാറുണ്ടായിരുന്നു, പോലും ഉടുമ്പിനെ വലിയ കെണി വെച്ചിട്ടൊക്കെ പിടിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ. ഇന്ന് പിടിച്ചാൽ അയിക്കുള്ളിലാണ്, അതറിയാം. പക്ഷെ ഇവിടെയൊക്കെ ഇഷ്ടം പോലും ഉടുമ്പ്, മുള്ളമ്മന്നി, അങ്ങനെ ഓൾമോസ്റ്റ് ഒരുവിധ സാധനങ്ങളൊക്കെ ഉണ്ട്, പെരുമ്പാമ്പ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഏതോ കാട്ടുമൂലയിലാണെന്ന്. കാട്ടുമൂലയിലൊന്നല്ല, NH ബൈപ്പാസ് NH അല്ലേ അത്, നമ്മുടെ കണ്ണൂർ മറ്റേ ഒരു ബൈപ്പാസ് വരുന്നില്ലേ, ആ ബൈപ്പാസിൽ നിന്ന് വീട്ടിലേക്ക് 2 കിലോമീറ്റർ കഷ്ടിച്ചുണ്ടാവുമായിരിക്കും. അത്രയും ടൗൺ അടുത്താണ് ഞാൻ. ഹായ് ലത ചേച്ചി, കുറേ നാളായല്ലേ കണ്ടിട്ടില്ല ലത ചേച്ചി. ചേച്ചി ലൈവ് അവസാനിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് മാത്രമേ ലത ചേച്ചി വരുള്ളൂ. ചേച്ചി ആ ക്യാമറ എവിടെയെങ്കിലും ഒന്ന് വെക്ക്. ഞാൻ അപ്പുറത്തെ രാധേച്ചിൻ്റെ അവിടെ കൊണ്ടുവച്ച് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ചായ കുടിച്ചോ? ഇല്ല, ഞാൻ കഴിച്ചിട്ടുണ്ട് ഉടുമ്പ്. എന്താ ഉടുമ്പിനെന്നാണോ? എൻ്റെ പൊന്നാര മക്കളെ, ഉടുമ്പിനെ കഴിച്ചിക്കെന്നും പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഈ കമൻറ്റ് വായിക്കുന്ന പോലെ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്താലേ അങ്ങ് ഹായ്ക്കുള്ളിൽ കുത്തിരിക്കേണ്ടി വരും കേട്ടോ. പിന്നെ തെളിവുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് താൻ രക്ഷപ്പെട്ടു എന്ന് കൂട്ടിക്കോ. ബാഡ് കമൻറ്റ് ഇടുന്ന മുസ്ലിം നാമധാരികൾ തന്നെയാണെന്നും നമുക്ക് പറയാൻ പറ്റൂല, എന്നാൽ മുസ്ലിം നാമധാരികൾ അല്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. രണ്ടും ഉണ്ട്. ഞാൻ രാധ ചേച്ചിയുടെ വീട്ടിൽ പോടിയെന്നോ? എന്നാ രാധ ചേച്ചിയുടെ വീട്ടിൽ പോടിയെന്നോ? ഓക്കെ, പോവാലോ. മാലെല്ലാം ഗോൾഡാണോ? പണയം വെക്കാൻ ചോദിക്കാനാണേ തരൂല എന്ന് പറഞ്ഞാൽ തരൂല. ഹൈത്താ, ഞാൻ വയനാട്. ഓക്കെ. കണ്ണനെ കാണാൻ പോവാറില്ലേ രാധേ എന്ന്? ഇത് അങ്ങനല്ല, ജസ്റ്റ് ഞാൻ നല്ല കമൻറ്റുകൾ വായിക്കൂ. ശരിയല്ലേ ഇത് ചേച്ചി? കണ്ണനെ കാണാൻ പോകാറില്ലെന്ന് ചോദിച്ചാൽ ഞാൻ ജസ്റ്റ് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണണം. എല്ലാവരോടുകൂടിയാണ് പറയുന്നത്, ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കാണുക. അപ്പം ഒരിക്കൽ കൂടി ഞാൻ എല്ലാവരോടും പറയണം, ഒന്ന് ലൈക്ക് അടിച്ച് വിടുക. ആരും ലൈക്ക് അടിക്കുന്നില്ല, ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ബാഡ് കമൻറ്റ് ഇടാൻ മാത്രം ആൾക്കാർ. പൂനൂർ എവിടെയാണ്? ഞാൻ പൂനൂർ തേക്കുംതോട്ടം ഭാഗമല്ല, കുറപ്പൊയിൽ ഭാഗത്തേക്ക്. ഞാൻ വർക്കലയാണ്. ഓക്കെ. ഇനി കേക്ക് മുറിച്ചാൽ നിൻ്റെ കൈ തല്ലി ഒടിക്കും. എടാ ഞാൻ പിന്നെയും കേക്ക് മുറിച്ചിക്കടാ, കണ്ടില്ലായിരുന്നു? ഞാൻ അടിച്ചു പെണ്ണേ. താങ്ക് യു ലത ചേച്ചി. ഞാൻ പൂനൂർ കോളിക്കൽ. എനിക്ക് എൻ്റെ വാപ്പയുടെ അനിയനുണ്ട്, കോമാടി നാസർ എന്നൊക്കെ പറയും.
അവരുടെ ബ്രദറിൻ്റെ മകളാണ് ഞാൻ. ആ വീഡിയോയിൽ കണ്ടതാണോ മണിയേട്ടൻ? മണിയേട്ടൻ്റെ കൂടെയുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഞാൻ ലൈവ് ഇട്ടന്ന് ഞാൻ കോഴിക്കോട് പോകുമെന്ന് പറഞ്ഞ സമയത്ത് അരുണ് അവിടെ കുത്തിരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണിയേട്ടൻ്റെ കൂടെ പോയാൽ മതി. അപ്പോൾ മണിയേട്ടൻ്റെ കൂടെയുള്ള വീഡിയോ ഞാൻ സ്പെഷ്യലായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അത് ചേച്ചി? ഇന്നലെ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു, കണ്ണനെ കണ്ടു, പ്രാർത്ഥിച്ചു. ഇന്നലെയും അവന് ഗുരുവായൂർക്കാണ് ഡ്യൂട്ടി, അരുണിന് ഇന്നും ഗുരുവായൂർക്കാണ് ഡ്യൂട്ടി. അപ്പോൾ ഓനിങ്ങനെ ഗുരുവായൂർക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഇപ്പോൾ സുഖമാണ്. മറ്റ് എന്തെങ്കിലും പറയുമെങ്കിൽ എനിക്ക് ബസ്സിൽ പോകണം, ഓർഡർ പോകണം എന്നൊക്കെ പറയുന്നത് അത് പറയാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഓനെന്നെ ഗുരുവായൂർക്കാണല്ലോ ഡ്യൂട്ടി. ഭയങ്കര സന്തോഷം. ഓന് താമരശ്ശേരിയിൽ നിന്ന് തൊട്ടിൽപ്പാലത്തേക്ക് ട്രാൻസ്ഫർ മേടിച്ച സമയത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം താമരശ്ശേരി VS എൻ്റെ അളിയനാണ്. അപ്പോൾ അളിയൻ്റെ ആ ഒരു അണ്ടറിൽ നിൽക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. പക്ഷെ തൊട്ടിൽപ്പാലത്തേക്ക് പോന്നപ്പം ഏറ്റവും ലക്കിയായത് ഞാനാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂർ പോകാൻ പറ്റുന്നുണ്ട്. പേര് പറയുമോ ആരെങ്കിലും? ആരുടെ പേരാണ് പറയേണ്ടത്? എൻ്റെ പേരാണെങ്കിൽ ജസ്ന. പറ്റുന്ന സമയം ഞാൻ അവനോട് പറഞ്ഞു, എടാ മാസം ഒരു 4 ഗുരുവായൂർ ഡ്യൂട്ടി എടുക്കണേ, ഒരു 4 പ്രാവശ്യം, ആഴ്ചയിൽ ഒരു പ്രാവശ്യം പോകാൻ പറ്റിയാൽ എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. അവൻ ഇവിടെ അതൊക്കെ കിട്ടുന്നുണ്ടാവുമെന്ന് പറഞ്ഞു. ഭയങ്കര ലക്കിയാണ് എന്നാലേ ഗുരുവായൂർ പോകുക എന്നൊക്കെ പറയുന്നത്. ജസ്ന താങ്ക് യു. എന്തിനാ താങ്ക് യു പറയുന്നത്? എൻ്റെ പേര് പറഞ്ഞല്ലോ. അരവിന്ദ് വ്ളോഗ്സ്. വ്ളോഗറാണോ? ഹായ് ജസ്നത്ത, ഗുരുവായൂർ ആണോ വീട്? അല്ല കുഞ്ഞേ, ഞാൻ കോഴിക്കോടാണ് വീട്. ബാംഗിൾസ് കാണിക്കോ ചേച്ചി? ഒന്നിതാ. ഗോൾഡാണോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പണയം വെക്കാൻ ചോദിക്കൂ, അതുകൊണ്ട് വേണ്ട. തടി കുറഞ്ഞല്ലത് ചേച്ചി. ഞാൻ ഈ പ്രാവശ്യം മൈഗ്രെയിന് ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ ഡോക്ടർ എന്നെ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞു, ഒന്ന് മെലിഞ്ഞിട്ടുണ്ടല്ലോ. ഡോക്ടർ അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നി. ഞാൻ പേര് മറന്നുപോയി. ഞാനൊരു സംശയം നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണേ. ഞാനിപ്പോൾ ലൈവിൽ വന്നു, അപ്പം എൻ്റെ ലൈവിൻ്റെ പേര് ഇതിലെഴുതി കാണിക്കൂലേ? ഇല്ലല്ലേ അത് ചേച്ചി? എൻ്റെ പേര് കാണിക്കൂലേ? പലരും എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് പേരെന്താന്ന്. മോളെ കണ്ടിട്ട് കുറേ ദിവസമായി ലൈവിൽ വന്നിട്ട്. കുറച്ച് തോന വരയ്ക്കാനുണ്ടായിരുന്നു. കുറച്ച് തോന പുറം രാജ്യങ്ങളിലേക്ക് അയക്കാൻ, UK ഫോട്ടോ അയക്കാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞില്ല കേട്ടോ, വരച്ച് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വർക്കും എല്ലാം കൂടി ആയിട്ട് വൈകുന്നേരം എന്നല്ല, രാത്രിയാകുന്ന സമയത്തേക്കും കഴുത്തൊക്കെ ഇങ്ങനെയൊന്ന് ആക്കുമ്പോഴേക്കും പെടലിക്കൊക്കെ ഇവിടെ ഒരു വേദനയാണ്. ഇവിടെ ഒരു മുഴ പോലെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൈയൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കളിക്കലാണ്. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും പിന്നെ ഞാൻ കിടക്കുമ്പോൾ ഞാൻ പിന്നെ വിചാരിക്കും അങ്ങ് ഉറങ്ങിക്കാളുടെ. പിന്നെ യൂട്യൂബിൽ ലൈവ് വന്നിട്ട് ഇങ്ങനെ ബളബളയെന്ന് ചെല്ലുകയും ചെയ്യണം. ചിലർ നമുക്ക് ബാഡ് കമൻ്റ് അയക്കുമ്പോൾ അതിനുള്ള മറുപടി കൊടുക്കണം, അതൊരു പ്രഷറാണ്. പിന്നെ ചില മെസ്സേജുകൾ നമുക്ക് ഭയങ്കര ഇതാണ്. ദൈവം കൈവിടില്ല ജസ്ന. താങ്ക് യു ലത ചേച്ചി. ചിലർ മെസ്സേജ് അയക്കുമ്പം നമ്മൾ വിചാരിക്കും കമൻ്റല്ലേ. പലരും 99.9% ആൾക്കാരുടേത് ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാവരും പറയും കമൻറ്റ് ട്രോളികളെ ഞാൻ നോക്കാറില്ല, അവരെ നോക്കിയിട്ടല്ല ഞാൻ ജീവിക്കുന്നത് പറയും. പക്ഷേ ചില കമൻറ്റുകളുണ്ടല്ലോ, ചില കമൻറ്റുകൾ നമ്മളെ ഹാർട്ടിൽ ടച്ച് ആവും. അത് മതി പിന്നീട് നമ്മളിങ്ങനെ എന്തോ ഒരു വല്ലാത്തൊരു സങ്കടമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സങ്കടവും കൂടി ഈ ഒരു തിരക്കിൻ്റെ ഇടയിലേക്ക് എനിക്ക് പറ്റൂല എന്നുള്ളത് കൊണ്ട് ഞാൻ എന്താക്കും, പെട്ടെന്ന് വരച്ച് കഴിഞ്ഞ് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് തോന്നിയാൽ നേരെ പോയി കിടക്കുക. അങ്ങനെയാണ്. പിന്നെ കുറേ നെഗറ്റീവ് വീഡിയോസ് ഇടുന്ന പോലുണ്ട്. ആദ്യമൊക്കെ ഇങ്ങനെ പ്രതികരിക്കാൻ ഡെയിലി അവരൊന്നിട്ടാൽ 4 എണ്ണം ഞാനിടും എന്നുള്ള രീതിയിൽ പ്രതികരിക്കാനും പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ അതും ചെയ്യാറില്ല. കാരണം അതൊക്കെ നമ്മുടെ പ്രഷർ കൂട്ടുക എന്നല്ലാതെ, എനിക്കിപ്പോൾ പ്രഷർ 158 ആയിട്ടുണ്ട്. എനിക്ക് മൈഗ്രെയിൻ വരുന്ന സമയത്താട്ടോ പ്രഷർ കൂടുന്നത്.
അപ്പോൾ വെറുതെ എന്തിനാ മറ്റുള്ളവരുടെ കാര്യം. എനിക്ക് നിങ്ങളെ അടുത്ത് പങ്കുവെക്കാൻ എൻ്റേതായിട്ട് തന്നെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ എന്നിലുള്ള തെറ്റുകൾ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ മനുഷ്യനാണ്, അവർക്ക് തെറ്റുകളുണ്ടാവും. അതുകൊണ്ട് അവർ ചൂണ്ടിക്കാണിക്കട്ടെ എന്ന് വിചാരിക്കുക. ജസ്റ്റ് ഞാൻ ഗോവിന്ദച്ചാമിയെ കല്യാണം കഴിക്കുന്നോ? തീർച്ചയായിട്ടും കഴിക്കുന്നുണ്ട്. ഗോവിന്ദച്ചാമിനെ ഇങ്ങനെയുള്ള ആരെങ്കിലും ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവരിട്ടോ. ഫിറോസെ അഥവാ എന്നാ ഫിറോക്സ് എന്നോ മോനെ, അഥവാ എനിക്ക് അങ്ങനെയുള്ളത് നോക്കുന്നില്ല ലത ചേച്ചി. ആദ്യം ഫിറോസിന് ഒരു മറുപടി കൊടുക്കട്ടെ, എന്നിട്ട് ലത ചേച്ചിനോട് പറയാം. അഥവാ മോനെ എനിക്ക് എന്തെങ്കിലും കാരണവശാൽ, കാരണം കുട്ടികളുള്ളതാണ്, ഭർത്താവുള്ളതാണ്, ഫാമിലി ഉള്ളതാണ്, എന്തെങ്കിലും കാരണവശാൽ എനിക്ക് ഗോവിന്ദച്ചാമിയെ കല്യാണം കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നീ നിൻ്റെ ഉമ്മാനെ ഒന്ന് താൽക്കാലികത്തേക്കൊന്ന് കെട്ടിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് സമയം പോലെ ഡിവോഴ്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ കെട്ടിക്കോളൂ കേട്ടോ. തൽക്കാലത്തേക്ക് എൻ്റെ സമയക്കുറവ് വന്നാൽ നീ നിൻ്റെ ഉമ്മാനെ കൊണ്ടൊന്ന് കെട്ടിച്ചാൽ മതി. പിന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് ഞാൻ തന്നെ കെട്ടിക്കോളും. പിന്നെ ലത ചേച്ചി കാണുന്നില്ലേ, നമ്മളെ പാലക്കൽ അമ്മായിയൊക്കെ തലങ്ങും വിലങ്ങും തിരിച്ചും മറിച്ചും ഒക്കെ പിന്നെ മെസ്സേജ് ഇടുന്നത്. ഞാനതാ ലത ചേച്ചി പറയുന്ന ഗോവിന്ദച്ചാമിനെ അവൻ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവരട്ടെ. അഥവാ കൊണ്ടുവന്നിട്ട് ലത ചേച്ചിക്കറിയാലോ ഞാൻ കുട്ടികളുള്ളതാണ്, പിന്നെ പോരാത്തതിന് മൈഗ്രെയിൻ ഉള്ളതാണ്. അഥവാ കല്യാണം അങ്ങാൻ നിശ്ചയിച്ച ദിവസം എനിക്ക് മൈഗ്രെയിൻ അങ്ങാൻ വന്നാൽ തൽക്കാലം ഓൻ്റെ ഉമ്മാനെ കൊണ്ട് കെട്ടിക്കട്ടെ. പിന്നെ നമുക്ക് ഡിവോഴ്സിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, വക്കീലിനെയൊക്കെ ഞാൻ വെച്ചോളാം. എന്ന് പിന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് ഞാൻ തന്നെ കെട്ടിക്കോളും ഗോവിന്ദച്ചാമിനെ. ലത ചേച്ചി ഇപ്പോൾ കാണലില്ലേ, നമ്മൾ അമ്മായി തലങ്ങും വിലങ്ങും ഇട്ടിട്ട് എനിക്ക് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം മറുപടി കൊടുക്കൂല എന്ന് വിചാരിച്ച് ചിലതിന് ഞാൻ കൊടുത്തും പോകും കേട്ടോ. ലത ചേച്ചിക്ക് ഒരു തമാശ കാണണോ? ലത ചേച്ചിക്ക് എന്നല്ല, അതിൽ ആർക്കൊക്കെ ലസിത പാലക്കലിനെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഒരാൾ കമൻ്റ് ഇട്ടതാണ്, ഞാനതൊരു പോസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ലത ചേച്ചി ഇത് കണ്ടായിരുന്നോ? ഞാനും ലസിതയും കൈകോർത്ത് പിടിച്ച് നിൽക്കുന്നത്. എൻ്റെ പൊന്നോ. അടുത്ത ആൾ വന്നു മുഹമ്മദ്. ഏതാ മുഹമ്മദിൻ്റെ കമൻറ്റ് ഞാൻ കണ്ടില്ല. ഒരു കൈയില്ല എന്നാലും കുഴപ്പമില്ല. അമ്മക്കൊന്നും കുഴപ്പമില്ല ലത ചേച്ചിയെ. ഓനൊരു കൈയില്ലേ ഉണ്ടാക്കി ആവശ്യത്തിന് നല്ല നീട്ടുള്ള നാവില്ലേ. ജനതാമണി ചേച്ചി സുഖമാണോ? അതേ, സുഖമായിട്ടിരിക്കുന്നു. ഞാൻ വെള്ളേതൊന്നും കാണാറില്ല. പുറകെ നടന്ന് എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാലോ അത് ചേച്ചി, ഞാനൊരു വ്ളോഗറാണെന്ന്. വ്ളോഗറാണ് എല്ലാ കാര്യവും ഇടൂലേ, ഇത് എന്നെക്കുറിച്ച് മാത്രം ഒരു വ്ളോഗർ ഇടുമോ? അയ്യോ, ആ പെണ്ണുങ്ങളത് വെറും ഒരു വട്ട് കേസാണത്. 285 ആൾക്കാർ, കുറഞ്ഞ ആൾക്കാർ വരികയാണ്. ഞാനും എല്ലാം വൈൻഡപ്പ് ചെയ്യാൻ നിൽക്കുക. 74 ലൈക്കായി. ഒരു 100 ലൈക്ക് ആവുകയുള്ളൂ നിൽക്കാമെന്ന് വിചാരിച്ചത്. നിങ്ങൾ നാഞ്ഞു പിടിച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്താൽ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് ആരും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ. എന്നാലും ഒരു 100 സംതിങ് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തു. നിങ്ങളെന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടെ, എന്നോട് വല്ല ദേഷ്യമുണ്ടോ എന്നെനിക്കറിയില്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ ആൾക്കാരില്ല, ലൈക്ക് ചെയ്യാൻ ആൾക്കാരില്ല, പക്ഷെ നെഗറ്റീവ് പറയാൻ മാത്രം ആൾക്കാർ. അതെന്താ അങ്ങനെയെന്നാണ് ഞാൻ നോക്കുന്നത്. തുളസി ഏട്ടൻ്റെ വൈഫ് ആണോ മോളെ? ഇഷ്ടമാണെന്നോ? ഏത് തുളസി? എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. താങ്ക് യു ചേച്ചി. ലൈവിൽ വരുമ്പോൾ ഒന്ന് കുളിച്ച് മിടുക്കിയായി. ഞാൻ കുളിച്ചോ ഇല്ലേ എന്നുള്ളത് നിനക്കറിയോ അരവിന്ദേ? അറിയോ? പിന്നെ എൻ്റെ മുടി അതിങ്ങനെ നിൽക്കുള്ളൂ. അത് മറ്റേ ഏതൊരു സിനിമയിൽ ആർക്കൊന്നും ഷോക്ക് അടിച്ചിട്ടില്ലേ, അതേപോലെയാണ്. മുടിയിലിപ്പം പണ്ടത്തെ പോലെയല്ല, കുറേ ബേബി ഹെയർസ് വരുന്നുണ്ട്. എനിക്ക് നല്ല ഹെയർ ഫോൾ ഉള്ള ഒരാളായിരുന്നു ഞാൻ. അതൊക്കെ റിക്കവറായിട്ട് വരുന്നുണ്ട്.
ജസ്റ്റിന് 78 പേരുണ്ട്, നിൻ്റെ സ്വന്തം 79 ആൾക്കാരായി. ആ 79 ആൾക്കാർക്ക് മാത്രമേ എന്നോട് ഇഷ്ടമുള്ളൂ എന്നുള്ളത് എനിക്കറിയാം. 350 ആൾക്കാരുണ്ട്. ആ 350 ആൾക്കാരിൽ 79 ആൾ നമ്മളുടേതാണെന്ന് പറയാം. ബാക്കിയുള്ളത് പോട്ടെ, 80 ആളായി. അപ്പം അരവിന്ദേ, എന്നോട് പറയാനുള്ളത്, എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. മുടി പകുതി മുക്കാലും തന്നെ ഉണ്ട്, അതിൽ കൂല് പോലെ ആയിപ്പോയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി തളച്ച് വളർന്നു വരുന്ന, എന്താണ് ഞാൻ യൂസ് ചെയ്യൽ, എങ്ങനെയാണ് യൂസ് ചെയ്യൽ എന്നൊന്നും എന്നോട് ചോദിക്കേണ്ട, ഞാൻ പറഞ്ഞു തരൂല. ഇവിടെ കണ്ടോ, ഇവിടെ ശരിക്കും കഷണ്ടി, ഈ ഒരു ഭാഗത്തൊന്നും മുടിയില്ലായിരുന്നു. ശരിക്കും ഞാനൊരു കഷണ്ടി കുട്ടി തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം നല്ല ഹെയർസ് വരുന്നുണ്ട്. അതിന് ഞാൻ എടുക്കുന്നൊരു ടിപ്പുണ്ട്, അതെന്താണെന്ന് ഞാൻ പറയില്ല. അപ്പം മുടി തയ്ച്ച് വളരുകയാണ്. പിന്നെ മേക്കപ്പ് ഇടാൻ ലത ചേച്ചിക്ക് ഒട്ടും മുടിയില്ല എന്നുള്ളത് മറ്റാരെക്കാട്ടിൽ എനിക്കല്ലേ അറിയോ. ഈ പറയുന്ന ലത ചേച്ചി ഉണ്ടല്ലോ മക്കളെ, നമ്മൾ പറയല്ലേ കുതിരയുടെ വാല് എന്ന് പറയൂലേ, അതുപോലെ എന്ന് പറഞ്ഞാൽ മോ കണ്ണ് പറ്റാണ്ടിരിക്കട്ടെ, ഞാനൊന്നും പറയുന്നില്ല ചേച്ചി. വെറുതെ ഞാൻ പറഞ്ഞ് മറ്റുള്ളവരോട് കൊതിച്ച് ഞാൻ കണ്ണ് കൊടുങ്ങും. ഉപ്പും മുളക് കുഞ്ഞിട്ടാളേ. ചേട്ടൻ്റെ പ്രൊഫൈൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ചേട്ടന് മുടിയില്ല, കഷണ്ടിയാണെന്ന്. ഇപ്പോൾ കഷണ്ടിക്ക് മറ്റേ ചേട്ടാ, ഇപ്പോൾ കൈ പൈസ ഉണ്ടെങ്കിൽ കഷണ്ടിക്ക് മരുന്നുള്ള ഒരു സാഹചര്യം എത്തിയിട്ടുണ്ട്. നല്ല പൈസയാന്ന് തോന്നുന്നു ആ ഹെയർ വെക്കാൻ. ലത ചേച്ചി തമാശയല്ല, സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. നമ്മൾ എല്ലാവർക്കും ഞാനൊരു കാര്യം പറയട്ടെ, ചോറിലൊരു മുടി കിടക്കുക എന്ന് വിചാരിക്കുക, അത് കാണുന്നവനൊക്കെ അറപ്പായിരിക്കും. ഇനി സ്വന്തം മുടി അവനവൻ്റെ ചോറിൽ ആണെങ്കിൽ പോലും നമുക്കത് കാണുന്നത് അറപ്പായിരിക്കും. പക്ഷേ ആ മുടി എന്ന് പറയുന്നത് മറ്റൊരാളുടെ തലയിൽ കാണുന്ന സമയത്ത് ആസ്വദിക്കും എല്ലാവരും. അതറിയോ, അങ്ങനെ ഒരു സംഭവമുണ്ട്, പ്രത്യേകതയുണ്ട് മുടിക്ക് എന്ന് പറയുന്നത്. സ്വന്തം 83 അല്ല 52 ആൾക്കാർ. അപ്പം മുടി എന്ന് പറയുന്നത് അങ്ങനെ. അപ്പം നമ്മൾ മുടിനെക്കുറിച്ച് വർണ്ണിക്കുന്ന സമയത്ത് അതില്ലാത്ത ആൾക്കാർ ഭയങ്കരമായിട്ട് വിഷമിക്കും. എല്ലാവരും ഇതാ നല്ലതൊന്നും 80,000 രൂപയൊക്കെ മുടി വെക്കാൻ, പൊന്നോ. നമ്മൾ മുടിയുള്ളവർക്ക് അതിൻ്റെ ഇതറിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ എൻ്റെ കുട്ടിക്കാലം തൊട്ടേ എനിക്ക് നല്ല ഹെയർ ഉള്ളതാണ്. 85 ആയില്ലത് കുട്ടി. കുട്ടിക്കാലം തൊട്ടേ, എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടേ ചന്തിയുടെ ഒരു പിള്ളേച്ച, ചന്തി എന്ന് പറയാൻ പറ്റൂല, കുട്ടി എന്ന് പറയാം കേട്ടോ, പിള്ളേച്ച. അപ്പോൾ അത്ര വരെ മുടിയുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഇത് എനിക്കൊക്കെ എന്ന് വെച്ചാൽ കുളിച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ചന്തിയുടെ മൂട്ടിലിങ്ങനെ വെള്ളം ഇങ്ങനെ വന്ന് നിൽക്കുന്ന, അന്ന് തൊട്ടേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മുടി ഒന്ന് വെട്ടി ഷോർട്ട് ഹെയർ ആക്കി നമ്മുടെ ഈ ഒരു ഷോൾഡർ വരെ ആക്കി വെക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നിട്ട് ഞാൻ ഒരിക്കൽ മുടി വെട്ടി, എൻ്റെ ബാപ്പ എന്നോട് ദേഷ്യം പിടിക്കുക, എന്നോട് ബാപ്പക്ക് ഉമ്മക്കൊക്കെ മുടി വെട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്യൂ ഉള്ള കാര്യമായിരുന്നു. അങ്ങനെ പിന്നീട് മുടി കുറച്ച് കാലത്തേക്ക് വളരാതിരുന്നപ്പം അതിൻ്റെ വിഷമം എനിക്ക് നന്നായിട്ട് മനസ്സിലായി. 100 ആകുമ്പോൾ നിർത്തിയാൽ മതി. 100 ആവുമോ? ഇന്ന് 87 ആയി. 100 ആവുമായിരിക്കാമല്ലേ. 44 മിനിറ്റ് ആയില്ലത് ചേച്ചി. നമ്മൾ ലൈവ്, മറ്റൊരാളുടെ ലൈവ് കയറുന്ന സമയത്ത് സമയവും പേരും ഒന്നും കാണിക്കൂല അല്ലേ. ഞാൻ ഇത്രയും കാലം ഞാനങ്ങനെ ആരുടെയും ലൈവ് കയറി കണ്ടിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എന്ത് വീഡിയോ ഉണ്ടോയെന്നെയും എന്തോ ഒരു ലൈവ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് എത്രയോ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ ആ ലൈവ് എന്താണെന്ന് ചോദിച്ചപ്പോൾ നിഷാന എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെണ്ണുങ്ങൾ ഇടുന്ന ലൈവാണെന്ന് പറഞ്ഞിട്ട് ആ പെണ്ണുങ്ങളുടെ ലൈവ് ഒരു ദിവസം കയറി നോക്കിയിട്ട് എന്തോ ഒരു സംഭവം. അങ്ങനെ ഒരു ലൈവിൽ ഞാൻ കയറി നോക്കി എന്നല്ലാതെ ഞാൻ പിന്നെ ആരുടെ ലൈവിലും കയറാറില്ല. അതുകൊണ്ട് ടൈം എത്ര അങ്ങനെ കാണിക്കുമോ പിന്നെ പേര് കാണിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. എല്ലാവരും അടിക്കി 100 ആക്കട്ടെ. 89 ആയി, മറ്റേ കിട്ടുണ്ണിയേട്ടാ 89 ആയി,
വേഗം അടിച്ചോടൂ. മറുക ഒറിജിനല്ല, എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടിട്ടുണ്ടെന്ന്. എൻ്റെ ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് പഠിച്ച സമയത്ത് തൊട്ടിട്ടാന്ന് തോന്നുന്നു. ആ ഒരു സമയത്ത് തൊട്ട് ചെറിയൊരു സാധനം, ഒരു ഈ ഇത്രയില്ലേ, ഒരു കുഞ്ഞു പൊട്ടായിരുന്നു. പക്ഷെ വർഷങ്ങൾ കഴിയും തോറും ഇതിങ്ങനെ വലുതായി വലുതായി വരുന്നു. ഒറിജിനൽ മറുക. നിശാന സൂപ്പർ അല്ലേ എൻ്റെ പൊന്നാര ചേട്ടാ. ആ പെണ്ണുങ്ങളെ ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സൂപ്പറാന്ന്. നിങ്ങളിങ്ങനെ പബ്ലിക്കായിട്ട് പറയല്ലേ ജോസേട്ടാ. ഒരുപാട് ആൾക്കാർ നിങ്ങളെ പ്രൊഫൈല് കാണുന്നതാണ്. നിങ്ങളെ മാനങ്ങളായിട്ട് തന്നെ കളയല്ലേ. ഞാൻ എപ്പോൾ എണീറ്റ് പോകണമെന്ന് ഞാൻ തീരുമാനിക്കും കേട്ടാ. ജല്ല തീരുമാനിക്കേണ്ടത്. ഐ ലവ് യു ജസ്ന. ലവ് യു. 90 ലൈക്കായി. ഒരു 10 ലൈക്കും കൂടി ഇങ്ങോട്ട് അടിക്കുക. വേഗം ഇങ്ങോട്ട് അടിക്കുക. ഞങ്ങളുടെ മെസ്സേജ് വായിക്കില്ലേ? പൊന്നാര മക്കളെ, ഞാൻ കാണണ്ടേ? കണ്ടാലല്ലേ വായിക്കാൻ പറ്റുള്ളൂ. എന്നെയൊക്കെ ആരറിയാം? അങ്ങനെ പറയാൻ പറ്റൂല ചേട്ടാ. നിങ്ങളെ ആരറിയാമെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പം നിങ്ങളുടെ നാട്ടിൽ എനിക്ക് ഏകദേശം 70,000 സബ്സ്ക്രൈബേഴ്സുള്ള ഒരാളാണ് ഞാൻ. 70,000 സബ്സ്ക്രൈബേഴ്സുള്ള ഒരാൾ. അതിലൊരാൾ ചേട്ടൻ്റെ പഞ്ചായത്തിലുള്ള ഒരാളായാൽ പോരെ. അപ്പോൾ അത് വേഗം കരക്കമ്പി അടിക്കുക എന്ന് പറയല്ലേ. പെട്ടെന്ന് നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറയും. എന്തിനാ വെറുതെ. സബ് ലൈക്ക് ചെയ്തു, താങ്ക് യു. 93 എൻ്റെ പൊന്നാര ലത ചേച്ചിക്ക് 93 ആയിക്കെങ്കിൽ എനിക്ക് 91 ഉള്ളൂ. ലത ചേച്ചി എല്ലാവരോടുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ഞാൻ കുറേ ദിവസമായിട്ട് മറ്റേ ലൈവിലൊന്നും വരുന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടൂ. 159 ആൾക്കാരില്ലേ, അതിൽ ഒരു 59 ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ എനിക്ക് ഹെയർ ഫോളുണ്ട്, ഒത്തിരി മുടി കൊഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ വീട്ടിൽ എവിടെ നോക്കിയാലും എൻ്റെ മുടിയായിരുന്നു. അത്രക്ക് മുടി കൊഴിച്ചിലുള്ള ഒരാളായിരുന്നു ഞാൻ. ഇപ്പം ഇല്ല കേട്ടോ. ബാത്റൂമിൽ പോയാൽ, ഇവിടെ ഹാളിൽ എല്ലായിടത്തും എൻ്റെ മുടിയായിരുന്നു. എന്തിനാ ചേട്ടാ നാട് വിട്ട്? ഗൾഫിൽ പോയതാണോ? ആർ യു ഫ്രം തെങ്ങുതോട്ടം? യെസ്. നോ, കൂറപ്പോയിൽ. ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഒരു ഓയിലും യൂസ് ചെയ്യുന്നില്ല. ആകെ നവരത്ന തേക്കൂട്ടോ എടുക്ക്. എൻ്റെ മുടി കണ്ടില്ലേ? എല്ലാവരുടെയും വിചാരം ഞാൻ കുളിക്കുകയും നനയ്ക്കുകയും ചെയ്യാനിട്ടാണ് എൻ്റെ ഒരവസ്ഥ ഇങ്ങനെ. ഇതല്ല കേട്ടോ. ഈ പുതിയ ബേബി ഹെയർസ് വരുന്നതാണ്. നന്നായിട്ട് ബേബി ഹെയർസ് വരുന്നത്. ഞാൻ ഒരിക്കൽ അവിടെ കാണിച്ചു കൊടുത്തു. ഇതൊക്കെ വെറും കഷണ്ടി ആയിരുന്നിടത്ത് ഇത്ര മുടി വന്നതാണ്. ഇതൊക്കെ പുതിയ മുടിയാണ്. നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാലോ, ഞാൻ വെട്ടിയതും കാര്യങ്ങളൊന്നുമല്ല. 93 ലത ചേച്ചി. പിന്നെ എയർഫോളുള്ള ആൾക്കാരോട് ഞാൻ പറയാം, ഓരോരുത്തർ പരസ്യം അറിയും, ഇതാ നല്ലത്. അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അത് നല്ലതായിരിക്കും, നമുക്ക് നല്ല റിസൾട്ട് തരും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ചുമ്മാതാട്ടോ. ഓരോന്നിൽ പോയിട്ട് വീണ് പോകരുത്. നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് കറിവേപ്പിലിൻ്റെ ഇല, ഈ തുളസി ഇല, അതേപോലെ ചെമ്പരത്തി, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ചെമ്പരത്തിൻ്റെ മുട്ടുണ്ടല്ലോ, ചെമ്പരത്തി പൂവാവാണ്ട് ചെമ്പരത്തിൻ്റെ മൊട്ട് താളി പോലെ കല്ലുമ്മൽ ഒരതിയിട്ട് തലയിൽ തേച്ചാൽ നല്ല റിസൾട്ട്. ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമായിട്ട്, ഒരു 3 പ്രാവശ്യമെങ്കിലും വേണ്ട, ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ തേച്ച് നോക്കും, നല്ല റിസൾട്ട് കിട്ടും.
എല്ലാവരും സഹകരിക്കുന്നുണ്ട്. 95 ലൈക്കായി. ഒരു 5 ലൈക്കും കൂടി കിട്ടിയാൽ ഞാൻ മെല്ലെ വൈൻഡപ്പ് ചെയ്യും കേട്ടോ. ഒരു 10 സബ്സ്ക്രൈബേഴ്സിനെയും കൂടി തരും എനിക്ക്. വെറും 10 ആൾ. എനിക്ക് ഇവിടെ കാണാം എത്ര ആളായി, സബ്സ്ക്രൈബേഴ്സായി എന്നുള്ളത്. ഗുരുവായൂരിന് എന്ന് വരും എന്നുള്ളതിന് ഒരു ഉത്തരമില്ല കേട്ടോ. ഇന്നലെ വന്നു പോകുന്നതേ ഉള്ളൂ. നൂറ്റൊന്നായില്ലത് ചേച്ചി, 101 ആൾക്കാരായി, 102ആയി. ഇപ്പം അതേ തലങ്ങും വിലങ്ങും കുത്തിരിനടിക്കുന്നുണ്ടോ. എനിക്കൊരു 7 സബ്സ്ക്രൈബേഴ്സിനെയും കൂടി കിട്ടിയിട്ട് ഞാൻ അങ്ങ് പോവും. വെറുപ്പിക്കല്ലേ. ഓ ശരി റസീന മോളെങ്ങനെ ഒന്ന് ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ ഫോണിൻ്റെ മേലോട്ട് ഇങ്ങോട്ടാക്കിയാൽ അടുത്ത ചാനൽ വരും. മോൾ അത് കണ്ടോ. എൻ്റെ ലത ചേച്ചി നിങ്ങൾ അണ്ണാക്കിലെ വെള്ളം വറ്റിയിട്ടുണ്ടാവില്ലേ. 104 കേട്ടോ, 105. നിങ്ങൾ എണ്ണി ലത ചേച്ചി. നിങ്ങൾ പറഞ്ഞോണ്ട് തന്നെ നിങ്ങൾക്ക് കമ്മീഷൻ ഉണ്ട്. ലത ചേച്ചി പറഞ്ഞതായതുകൊണ്ട് 50 ആളങ്ങൾ 50 ലൈക്ക് ലത ചേച്ചി എടുത്തോ, 50 എനിക്കും തന്നോ. പ്രശ്നം തീർന്നല്ലോ. ഓക്കെ പിന്നെ കാണാം. ഓക്കെ ജോസേട്ടാ, ഞാനും പോവുകയാണ്. 106ആയി. അതെങ്ങനെയാണ് ലത ചേച്ചി? എനിക്കിവിടെ 105 കാണിക്കുന്നുള്ളൂ. 106 എന്ന് പറയുന്നില്ല ലത ചേച്ചി. കണ്ണൂർ എവിടെയാണ്? ഞാൻ കണ്ണൂരല്ലടോ, ഞാൻ കോഴിക്കോടാണ്. അപ്പം എല്ലാവരോടുകൂടിയായിട്ട് ഒരിക്കൽ കൂടി പറയുകയാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടടോ. ആരും എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തത്? എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? എൻ്റെ ഫോണ് 10% ബാറ്ററി ചാർജ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പം മെസ്സേജ് അയച്ച എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ലൈക്ക് അടിച്ച എല്ലാവരോടും അതിനേക്കാട്ടിലും താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരോട് അതിനും താങ്ക് യു സോ മച്ച് പറയാണ്. ഒരു 6 സബ്സ്ക്രൈബേഴ്സ് വേണ്ട, ഒരു 3 സബ്സ്ക്രൈബേഴ്സും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാകുമായിരുന്നു. അപ്പം അങ്ങനെയാണ്. അപ്പം തെറി വിളിച്ച എല്ലാവരോടും വീട്ടിൽ പോയിട്ട് വീട്ടുകാരെ വിളിച്ച് ശീലിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ രാജേഷ് ഓക്കെ ജോസ് എന്ന് കണ്ടപ്പം ഞാൻ ഓക്കെ ജോസ് ചേട്ടാന്ന് വിളിച്ചതാ. അപ്പൻ്റെ പേരാ. ഓ ആയിക്കോട്ടെ. ഓക്കെ രാജേഷ് ചേട്ടാ. രാജസിനെ ഇഷ്ടമില്ല എന്ന് എല്ലാവർക്കും ഇഷ്ടമാണ്. അതെനിക്ക് മനസ്സിലായില്ല അത് ചേച്ചി, എല്ലാവർക്കും ഇഷ്ടമാണെന്ന്. അപ്പോൾ എല്ലാവരോടും താങ്ക് യു സോ മച്ച് പറയാണ്. രാത്രി പറ്റുമെങ്കിൽ ഞാൻ ലൈവിൽ വരാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ പറ്റുകയാണെങ്കിൽ വരി. അപ്പോൾ എല്ലാവരോടും ബൈ പറയുന്നു. ആരോ ഒന്ന് ഇത് ഒറിജിനലാണോ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ മാന്തി കാണിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ഇവിടെ പോകുകയെന്ന്. അപ്പോൾ ലത ചേച്ചി, അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.